ഇന്നൊരു റാൻഡം ഈവനിങ് വ്ളോഗ് ആയാലോ. ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഡേ ഈവനിങ്ങിൽ ഇവിടെ അടുത്തൊരു മോളിൽ പോയി. അപ്പോൾ അവിടെ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ യൂഷ്വലി ഈ ഒരു മോളിൽ പോകാറില്ല. ഞാനിപ്പോഴും എൻ്റെ വീടിനടുത്തുള്ളൊരു മോളുണ്ട്, അവിടെയാണ് പോകാറുള്ളത്. ഇവിടെ ഞാനൊരു 1 to 2 ടൈംസൊക്കെ പോയിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ ചെന്നപ്പോഴാണ് കുറേ കാര്യങ്ങളോട് ശ്രദ്ധിച്ചത്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം കുറേ കാര്യങ്ങൾ ഇത്തവണ ചെന്നപ്പോഴാണ് കാണുന്നത് തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോൺസ് സ്റ്റാച്യൂസ് ആണ്. ഇത് മോളിനുള്ളിൽ തന്നെ ഒരു എൻട്രൻസ് സെക്ഷനിൽ അവർ കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഡെപ്പിക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് പേസ്ഡ് വേൾഡ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ് എന്നുള്ളൊരു തീമിൽ അവർ ബോൺസിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതാണ്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് ഓരോ ഇങ്ങനെ പില്ലേഴ്സിൽ കൂടി ഓരോരോ ചെറിയ ചെറിയ പില്ലേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ പില്ലേഴ്സ് ഇങ്ങനെ റൗണ്ടിൽ ചെയ്തിട്ട് ആ ഓരോ പില്ലേഴ്സിൽ കൂടി ഇങ്ങനെ ഓരോ സ്ട്രക്ചർ, ഓരോ തീം വൈസിൽ ഓരോ സ്ട്രക്ചർ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതായിരുന്നു. ഇത് ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാനത് ആക്ച്വലി അത് ഫസ്റ്റ് കണ്ടത് തന്നെ. പിന്നെ ഇതിൻ്റെ അകത്ത് മുകളിലെ ഇൻറ്റീരിയലൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ റൂഫൊക്കെ ഓരോ സെക്ഷനിലും ഇതേപോലത്തെ റൂഫ് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ നമുക്കത് സ്കൈയുടെ വ്യൂ ഒക്കെ ഡയറക്റ്റ് കിട്ടും. പിന്നെ ഞാൻ കുറേ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെ പോയി 1-2 ഷോപ്സിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഇങ്ങനെ എല്ലാ ഷോപ്പിൻ്റെയും പുറത്തുകൂടിയൊക്കെ ഇങ്ങനെ കണ്ട് പോയി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ഷൂസിൻ്റെയും ചെരുപ്പിനൊക്കെ സൈസൊക്കെ ഭയങ്കര വലിയ സൈസായിരിക്കും. ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ എക്സ്ട്രാ സ്മോളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ എക്സ്ട്രാ സ്മോൾ യൂസ് ചെയ്യണം. ഡ്രസ്സിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് കേട്ടോ. നമ്മളിപ്പോൾ മീഡിയം സൈസൊക്കെ നാട്ടിലുള്ളവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് സ്മോൾ സൈസൊക്കെ ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. ഇവിടെ എല്ലാം ഒരു പ്ലസ് സൈസാണ്, കൂടുതലാണ്. പിന്നെ ഓരോ ഷോപ്പുകളും ഇങ്ങനെ കണ്ട് പോയി. ആക്ച്വലി എനിക്ക് ഇവിടെയായിരുന്നു വരേണ്ടത്, ഈ ഫോണിൻ്റെ ഒരു ഷോപ്പിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സാധനം എയിം ചെയ്ത് വന്നിട്ട് ഞാൻ വേറെ എവിടേക്കോ കുറേ ഷോപ്പുകളിൽ കൂടി പോയി. ഇത് കണ്ടോ, മൊബൈൽ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. ഇത് ഫോൺ കവേഴ്സ് മാത്രമുള്ളതാണ്. പക്ഷേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ കവേഴ്സ് ഒന്നും കാണത്തില്ല. മിക്കപ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഐഫോൺ ആയിരിക്കും. ഐഫോണിൻ്റെ കവേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇതേപോലത്തെ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോളിൽ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികളെ എടുത്തുകൊണ്ട് നടക്കുന്നതിന് പകരം നമുക്ക് അങ്ങനത്തെ അവർക്കും ഒരു എൻജോയ്മെൻ്റ് ആകും. പിന്നെ നമുക്ക് ആ ഒരു എഫേർട്ടും കുറയും. അതിൽ ഇരുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അതിൻ്റെ അകത്ത് നമുക്ക് തള്ളിക്കൊണ്ട് നടക്കാം. അങ്ങനെ കുറേ നടന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ബബിൾ ടീയുടെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ പിന്നെ ഇവിടെ നിന്നൊരു ബബിൾ ടീ മേടിച്ച് കുടിച്ചു. ഇതൊരു അവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് എന്ന് അവർ വാദിക്കുന്ന ഒരെണ്ണമാണ് ഞാൻ കഴിച്ചത്. ഒരു മാംഗോ മൗണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ബബിൾ ടീ ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഫ്രഷും മാംഗോസ് ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു മാംഗോയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നൈസായിരുന്നു. പിന്നെ ഞാൻ പോണ വഴി ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ കണ്ടു. ഇത് ആഡ്സിൻ്റെ ഇങ്ങനെ ഓരോ ആഡ് ഇങ്ങനെ വരുന്ന ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ആഡല്ല നോക്കിക്കൊണ്ടിരുന്നത്, ഞാൻ അതിൻ്റെ അകത്ത് എന്നെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പോണ വഴി കണ്ടപ്പം എന്നെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇതേപോലത്തെ ടീഷർട്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ ഷോപ്സുകളുണ്ടായിരുന്നു. ടോയ്സിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് വിൻ്റർ തീരാറായതുകൊണ്ട് ഇപ്പോൾ വിൻ്റർ സെയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഷോപ്പുകളിലൊക്കെ ഓൾമോസ്റ്റ് 50% ഓഫ്, അങ്ങനെ 30% ഓഫ്, അല്ലെങ്കിൽ ബൈ 1 get 1 ഫ്രീ, അങ്ങനത്തെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ നോക്കി 1-2 ഐറ്റംസൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ടിസോട്ടിൻ്റെ ഒരു വാച്ചിൻ്റെ ഒരു ബ്രാൻഡഡ് ഷോപ്പാണ്. ഇവിടെ കുറേ ബ്രാൻഡഡ് ഐറ്റംസും കാര്യങ്ങളും പിന്നെ കുറേ ക്ലാസിക് ഓർണമെൻറ്റ്സും ഒക്കെ കണ്ടു. ഇതെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതാണ്. ഞാൻ എല്ലാം ഇങ്ങനെ പുറത്തുനിന്ന് എടുക്കുന്ന വിഷ്വൽസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഇവിടെ നമുക്ക് ഗോൾഡ് ജ്വല്ലറീസ് വളരെ കുറവാണ്. ഇവിടെ എല്ലാവരും തന്നെ പ്രിഫർ ചെയ്യുന്നത് ഈ സ്റ്റേർലിംഗ് സിൽവറും അങ്ങനത്തെ ഐറ്റംസാണ്. ഇവിടെ ഗോൾഡ് യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് അങ്ങനത്തെ സ്റ്റേർലിംഗ് സിൽവറിൻ്റെ ഡയമണ്ട്സിൻ്റെയൊക്കെ ജ്വല്ലറീസാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഇത് മോളിൻ്റെ എക്സിറ്റിൻ്റെ ഒരു പോർഷനാണ്. അവിടെ കുറേ ചെടി കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഗ്രീനറി ഏരിയ ആയിരുന്നു. പിന്നെ ഇവിടെയാണ് മെയിനായിട്ടും എന്ത് ഇവൻറ്റ്സ് വന്നാലും അതിൻ്റെ ഫുള്ള് ഡെക്കർ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു സെൻറ്റർ പോർഷനിൽ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുവാണെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡ് തീമിൽ ഇവരെ ഫുള്ള് ഡെക്കർ ചെയ്യും. പിന്നെ ഹാലോവീന് അല്ലെങ്കിൽ ന്യൂ ഇയർ ഒക്കെ വരുമ്പം അങ്ങനെ ഒരു തീം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ്റെ ഫുള്ള് ഡെക്കർ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും. അവിടെയും ചെന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ മറ്റേ റൂഫ് ഇങ്ങനെ സെയിം ഈ ഒരു ഫോർമാറ്റിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. ആക്ച്വലി ഈ ഒരു പോക്കിലാണ് ഞാൻ ആ മോള് സത്യം പറഞ്ഞാൽ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോട്ടെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.